പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ഒരു പ്രൊവിൻസ് ആയിട്ടുള്ള ബലൂചിസ്ഥാൻ്റെയും ഇടയിൽ കാലാകാലങ്ങളായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഇപ്പോഴിതാ ആ ഒരു പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും വേർപെട്ടുകൊണ്ട് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രമായി മാറി എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്താണ് ഈ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ വിഷയമെന്ന് പറയുന്നത്? ഈ ഒരു വിഷയത്തിൻ്റെ ചരിത്രം എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ പാകിസ്ഥാൻ്റെയും ബലൂചിസ്ഥാൻ്റെയും ഇടയിൽ നടക്കുന്നത് ഒരു മിലിറ്ററി ലെവൽ കോൺഫ്ലിക്റ്റും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെയാണ് എന്ന് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മാൻ പവർ, സൈനിക ശക്തി, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണാം. ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് AI ആണ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ AIയിലെ പ്രധാനപ്പെട്ട ടൂളുകളെയെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന 180 മിനിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള AI ട്രെയിനിങ് ഈ ചാനലിലെ പ്രേക്ഷകർക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 15,000 രൂപ വില വരുന്ന ഈ ഒരു ട്രെയിനിങ്ങിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 1500 പേർക്ക് മാത്രമായിരിക്കും ഇത് സൗജന്യമായി ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ്, കോണ്ടന്റ് ക്രിയേഷൻ, മാർക്കറ്റിംഗ്, AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മുതലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും മാത്രമല്ല AI ഉപയോഗിച്ചുകൊണ്ട് ജോബ് ഹണ്ടിങ് നടത്തി നല്ല ശമ്പളമുള്ള ഒരു ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സാലറി എങ്ങനെ വർദ്ധിപ്പിക്കാം മുതലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ട്രെയിനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ടെക്ക്, നോൺ ടെക്ക്, ഫ്രീലാൻസ്, ഓൺട്രപ്രന്യൂർ ഇങ്ങനെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഇത് ഉപകാരപ്രദമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ടൂളുകളിലൊക്കെ നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ 30 ലക്ഷം മുതൽ 50 ലക്ഷം വരെയൊക്കെ സാലറിയുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം സൗജന്യമായി ട്രെയിനിങ്ങിൽ പങ്കെടുത്ത AI ടൂളുകളെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം പണം കൊടുത്ത് ഏതെങ്കിലും ടൂളുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഓൾറെഡി 20 ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞു. ഇവിടെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1500 പേർക്ക് മാത്രമാണ് ഇത് സൗജന്യമായി ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ബലൂചിസ്ഥാൻ എവിടെയാണ് എന്ന് കാണണം. ഇപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ 4 പ്രൊവിൻസുകളിലെ വളരെ പ്രധാനപ്പെട്ട വളരെ വലിയൊരു പ്രൊവിൻസാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് കാണാം. പാകിസ്ഥാൻ്റെ ലാൻഡ് ഏരിയയുടെ 44% ഈ ഒരു ബലൂചിസ്ഥാൻ പ്രൊവിൻസാണ്. ഇനി ഇതിൻ്റെ അതിർത്തികൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കിഴക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ മറ്റു പ്രൊവിൻസുകളായിട്ടുള്ള സിന്ധ്, പഞ്ചാബ് പോലെയുള്ള പ്രൊവിൻസുകളാണ്. ഇതിൻ്റെ വടക്ക് ഭാഗത്ത് അഫ്ഗാനിസ്ഥാനാണ് എന്ന് കാണാം. പടിഞ്ഞാറ് ഭാഗത്ത് ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി ഈ പ്രൊവിൻസിൻ്റെ തെക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അത് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കാണാം. അപ്പോൾ ഇവിടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രൊവിൻസ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സെൻട്രൽ ഏഷ്യയും സൗത്ത് ഏഷ്യയും തമ്മിലുള്ള കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഏഷ്യയുടെ ഉൾപ്രദേശങ്ങളെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഗ്വാദർ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട്, ഇത്തരത്തിലെല്ലാം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിൻസ് ഉള്ളത്. ഇനി പാകിസ്ഥാൻ്റെ ലാൻഡ് ഏരിയയുടെ 44% ഈ ഒരു പ്രൊവിൻസ് ഉണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ വെറും 5% ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ബലോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എത്നിക് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് കാണാം. ചരിത്രാതീത കാലം മുതലേ തന്നെ ബലൂച്ച് ട്രൈബുകളിൽ താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഭാഷ എന്ന് പറയുന്നത് പേർഷ്യനൊക്കെ ആയിട്ട് സാമ്യമുള്ള ഒരു ബലൂച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഷയാണ് എന്ന് നമുക്ക് കാണാം. ഇനി ഈ ഒരു പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാച്ചുറൽ ഗ്യാസ് ആണ് എന്ന് കാണാം. പാകിസ്ഥാൻ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നാച്ചുറൽ ഗ്യാസിൻ്റെ 40% ഉൽപ്പാദിപ്പിക്കുന്നത് ബലൂചിസ്ഥാനിലാണ്. ഇനി ഇതിന് പുറമെ നോക്കുകയാണെങ്കിൽ കോള്, ഗോൾഡ്, കോപ്പർ, ലിഥിയം ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ നിറഞ്ഞ ഒരു റിസോഴ്സ് റിച്ച് റീജിയനാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി ഈ ബലൂചിസ്ഥാൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ബലൂച്ച് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇവർ പാകിസ്ഥാനിൽ മാത്രമല്ല ഉള്ളത്, ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു എത്നിക് കമ്മ്യൂണിറ്റിയാണ് ഈ ബലൂച്ച് വിഭാഗത്തിലുള്ള ആളുകളെന്ന് പറയുന്നത്. പണ്ട് മുതലേ ചരിത്രാതീത കാലം മുതലേ തന്നെ വിവിധ ട്രൈബൽ സ്റ്റേറ്റുകളായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ബലൂച്ച് കമ്മ്യൂണിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ സ്റ്റേറ്റ് ആയിരുന്നു കലാത്ത് എന്ന് പറയുന്നത്. ഈ കലാത്തിനെ ഭരിച്ചിരുന്നത് ഖാൻ എന്ന പേരിലുള്ള ഒരു രാജാവ്, ഖാൻ ഓഫ് കലാത്ത് എന്ന പേരിലുള്ള ഒരു രാജാവായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒരു സമയത്ത് ഈ എല്ലാ ബലൂച്ച് ട്രൈബൽ സ്റ്റേറ്റുകളും കൂടി ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഈ കലാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖാൻ ഓഫ് കലാത്ത് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഖാൻ ഓഫ് കലാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നു. അതിൻ്റെ ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കൺട്രോളിൻ്റെ കീഴിലേക്ക് മറ്റ് ബലൂച്ച് സ്റ്റേറ്റുകളെല്ലാം കൂടെ കടന്നു വരികയാണ്.
പക്ഷേ ഇപ്പോഴും ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ രാജ്യമോ ആ ഒരു ഐഡൻറ്റിറ്റിയോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഈ ഒരു രീതിയിലായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാം. പിന്നെ എവിടെ നിന്നാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് മുന്നോട്ട് വരുന്നത്? അത് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോട് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു പ്രദേശം റഷ്യയ്ക്കും ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ബഫർ സോണായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഇന്നത്തെ ഒരു ബലൂചിസ്ഥാൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശം കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെയും അതുപോലെ തന്നെ ഈ കലാത്തിൻ്റെയും ഇടയിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി 1870കളുടെയും 1880കളുടെയും ഇടയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്നാമത്തേത്, ഈ ബലൂച്ച് കമ്മ്യൂണിറ്റികൾ താമസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയൻ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് കൺട്രോളിൻ്റെ കീഴിലേക്ക് പോവുകയാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ പോലെയുള്ള പ്രദേശങ്ങളുമായിട്ട് ബ്രിട്ടീഷുകാർ കൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ വരയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബലൂച്ച് കമ്മ്യൂണിറ്റിയിലെ കുറച്ച് കമ്മ്യൂണിറ്റികൾ അഫ്ഗാനിസ്ഥാനിലേക്കും കുറച്ച് കമ്മ്യൂണിറ്റികൾ ഇറാൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആ ഒരു ബലൂചിസ്ഥാൻ്റെ ബോർഡറുകൾ വരുന്നത് ഈ ഒരു സമയത്താണെന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈ കലാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ കീഴിൽ വന്നിട്ടുള്ള മറ്റ് ബലോച്ച് ട്രൈബൽ സ്റ്റേറ്റുകൾ, ഇവർക്കെല്ലാം ഒരു തരത്തിലുള്ള ഓട്ടോണമി ബ്രിട്ടീഷുകാർ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചില സ്ഥലങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ കയ്യിലേക്ക് പോകുന്നു. ചില സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് കൺട്രോളിൻ്റെ കീഴിലേക്ക് വരുന്നു. ചില സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഇൻഡയറക്റ്റ് കൺട്രോളിൻ്റെ കീഴിൽ ഓട്ടോണമസ് ആയിട്ടുള്ള പ്രിൻസിലി സ്റ്റേറ്റ്സ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ആ ഒരു പ്രദേശത്തിന് അവരൊരു പേര് കൊടുക്കുകയാണ്. ഇതിനെയാണ് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നുമാണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള ഒരു പേര് മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ 1947 ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനെ വിഭജിച്ച് 2 പുതിയ രാഷ്ട്രങ്ങളുണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ടായിരുന്ന പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്ക് അവരൊരു ഓഫർ കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ മീർ അഹമ്മദ് യാർ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഖാനായിരുന്നു ആ സമയത്ത് കലാത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത്. അദ്ദേഹം തീരുമാനിക്കുകയാണ് 2 രാജ്യങ്ങളുടെയും ഭാഗമാകാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാമെന്ന്. അപ്പോൾ ഈ ഒരു തീരുമാനത്തെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിലാണല്ലോ കലാത്തൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അലി ജിന്നയൊക്കെ അംഗീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 1947 ഓഗസ്റ്റ് 11-12 ദിവസങ്ങളിൽ കലാത്ത് എന്ന് പറഞ്ഞൊരു പുതിയ രാജ്യം തന്നെ നിലവിൽ വരികയാണ്. എന്നാൽ ഒരുപാട് കാലം കലാത്തിന് ഒരു രാജ്യമായി നിലനിൽക്കാൻ സാധിക്കുന്നില്ല. 1948 കലാത്തിൻ്റെ ഖാൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുകയും പാകിസ്ഥാൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഭൂരിഭാഗം ചരിത്രകാരന്മാരും പറയുന്നത് കലാത്തിലെ ഖാൻ ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷനിൽ സൈൻ ചെയ്തത് നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഫോഴ്സ്ഫുള്ളി സൈൻ ചെയ്യിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വളരെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ളൊരു റീജിയൻ ആയതുകൊണ്ടും മാത്രമല്ല സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീജിയൻ ആയതുകൊണ്ടും അതിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി നിർബന്ധിപ്പിച്ച് സൈൻ ചെയ്യിച്ചതുമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കലാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയൊരു എതിർപ്പ് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യുന്നതിനെതിരെ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതൊരു ഇൻസർജൻസി ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ അവരുടെ പോലീസിനെയും മിലിറ്ററിയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഇൻസർജൻസിയെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കലാത്ത് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറുന്നത്. പിന്നീട് ഈ കലാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത്, ഈ കലാത്ത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിൻസ് പാകിസ്ഥാൻ നിർമ്മിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1955 പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 1 യൂണിറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1 യൂണിറ്റ് പോളിസി അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രൊവിൻസുകളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു സ്ട്രോങ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു. അപ്പോൾ കലാത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നിർബന്ധിച്ച് ഈ പാകിസ്ഥാൻ്റെ ഭാഗമാക്കുന്നു. പിന്നീട് അവരുടെ ഓട്ടോണമി കുറച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞുള്ളൊരു പ്രൊവിൻസിൻ്റെ ഭാഗമാക്കുന്നു. പിന്നീട് ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസിൻ്റെ ഓട്ടോണമിയെ കുറച്ചുകൊണ്ട് അതിനെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സിംഗിൾ യൂണിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അപ്പോൾ ഇത് അവരുടെ ഓട്ടോണമിക്ക് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായി പരിഗണിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു ഇൻസർജൻസി ഈ കലാത്തിൻ്റെ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പക്ഷേ അതിനെയും കൃത്യമായിട്ട് അടിച്ചമർത്താൻ പാകിസ്ഥാന് സാധിക്കുകയാണ്. ഇനി ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് വരുന്നത് 1972 എന്ന് കാണാം. കാരണം 1971 ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ബലൂചിസ്ഥാനിൽ ഉണ്ടാവും എന്ന് ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് അനുമതി കൊടുക്കുകയും ഒരു പ്രൊവിൻഷ്യൽ എലക്ഷൻ നടത്തുകയും ചെയ്യുകയാണ്.
അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ അവിടെ അധികാരത്തിൽ വരുന്ന പാർട്ടി കൂടുതൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി ആവശ്യപ്പെടുകയാണ്, അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ ഈ ബലൂചിസ്ഥാനിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ ഇവർ ഡിസോൾവ് ചെയ്യുകയും ബലൂചിസ്ഥാനിൽ മാർഷ്യൽ ലോ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കലാത്തും ബലൂചിസ്ഥാനും ഒക്കെ ഉണ്ടായി 25 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് അവർക്കൊരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ആ ഒരു ഗവൺമെൻറ്റിനെ ഒരു വർഷം പോലും തികയ്ക്കാൻ സമ്മതിക്കാതെ മാർഷ്യൽ ലോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാകുന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ നടക്കുകയാണ്. 1970കളിൽ ഈ ഓയിൽ എംബാർഗോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയൊക്കെ വില കുതിച്ചുയരുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ബലൂചിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ പാകിസ്ഥാൻ ഉൽപ്പാദിപ്പിച്ച് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പുതിയ കാര്യം ആഡ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ, പാകിസ്ഥാനിലെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പോകും എന്നുള്ളതായിരുന്നു ആ പുതിയ നിയമം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് കിട്ടേണ്ട വരുമാനമെല്ലാം ഫെഡറൽ ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യവും കൂടെ ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 70കളിൽ വലിയൊരു ഇൻസർജൻസി ഈ ഒരു പ്രദേശത്തുണ്ടാവുകയാണ്. പക്ഷേ ബംഗ്ലാദേശിലുണ്ടായതുപോലെയുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചും ഉണ്ടാവുകയാണ്. ഇനി ഈ ബലൂചിസ്ഥാൻ്റെ ഭാഗമായി അടുത്തൊരു ഇൻസർജൻസി ഉണ്ടാകുന്നത് 2000ൻ്റെ തുടക്കത്തിലാണ് എന്ന് കാണാം. ആ ഒരു സമയത്താണ് അമേരിക്കൻ ആർമി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു വരികയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് കടന്നു വരുന്നു. അവരിൽ ഭൂരിഭാഗം പേരും ചെന്നെത്തുന്നത് ഈ ബലൂചിസ്ഥാൻ പ്രദേശത്തേക്കാണ് എന്ന് കാണാം. ഇങ്ങനെ വരുന്ന അഭയാർത്ഥികളിൽ ഭൂരിഭാഗം പേരും പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു എത്നിക് ഐഡൻറ്റിറ്റിയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരികയും അവരുടെ നമ്പർ കൂടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ബലൂച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എത്നിക് ഐഡൻറ്റിറ്റിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു ഇൻസർജൻസി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് 2005-2006 കാലഘട്ടത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന പേരിലുള്ള ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ രൂപപ്പെടുകയും അവർ ഈ ഇൻസർജൻസിയുടെ ഭാഗമാവുകയും ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ചും കൂടെ സംഭവിക്കുന്നുണ്ട്. ഇത്രയും കാലവും ബലൂചിസ്ഥാൻ ഗ്രേറ്റർ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചത് എങ്കിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളൊരു ഐഡിയയാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല മിലിറ്റൻ്റ് ആക്ടിവിറ്റിയിലേക്കും അവർ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന് പുറമെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള ആളുകളെല്ലാം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA എന്ന ഈ സംഘടനയെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ കീഴിൽ ഒരുപാട് അറ്റാക്കുകളും ആൾനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയാം. എന്നാൽ ഈ ബലൂചിസ്ഥാൻ ഇൻസർജൻസി ഏറ്റവും ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നത് ഒരു 2011 ശേഷമാണ് എന്ന് കാണാം. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ചൈനയുടെ കടന്നുവരവാണ്. അവർ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെയും അതുപോലെ തന്നെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ CPC-യുടെ ഒക്കെ ഭാഗമായിട്ട് പുതിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളും കൺസ്ട്രക്ഷനുകളും എല്ലാം പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പല പ്രൊജക്റ്റുകളും നടക്കുന്നത് ഈ ബലൂചിസ്ഥാൻ്റെ ഉള്ളിലാണ് എന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്വാദർ പോർട്ടൊക്കെ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് ചൈനീസ് കമ്പനികൾ, ചൈനീസ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, എഞ്ചിനീയർമാരൊക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വരികയും എന്നാൽ അതിൻ്റെ ഒന്നും പ്രതിഫലം ഈ ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു. അവർക്ക് ജോലിയോ വരുമാനമോ ഒന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ചൈനീസ് കമ്മ്യൂണിറ്റിക്കെതിരെ, ചൈനീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ വലിയൊരു വികാരം അവരുടെ ഉള്ളിൽ ഉയർന്നു വരികയാണ്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലാണ്. ബലൂച്ച് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അബ്ഡക്റ്റ് ചെയ്യുകയും അവരെ കാണാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ പോലീസോ മിലിറ്ററിയോ ഒന്ന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരെ കാണാതാവുന്നൊരവസ്ഥ വരികയും പിന്നീട് ഒരിക്കലും അവരെ കണ്ട് കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഓർഗനൈസേഷൻസ്, ബലൂചിസ്ഥാനിലെ ഓർഗനൈസേഷൻസ് പറയുന്നത് 2011 ശേഷം 7000-ലധികം ബലൂച്ച് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഇങ്ങനെ അബ്ഡക്റ്റ് ചെയ്ത് കാണാതായിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് വെറും 3000-ഓളം ആളുകളെ മാത്രമേ കാണാതായിട്ടുള്ളൂ. അതിൽ 80% ആളുകൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ബലൂച്ച് കമ്മ്യൂണിറ്റിയെ തകർത്ത് കളയുന്നതിനുള്ളൊരു വലിയ നീക്കമായി കാണുകയും അത് അവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ താലിബാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ താലിബാന് പാകിസ്ഥാൻ എല്ലാ വിധത്തിലുള്ള സഹായവും കാലാകാലങ്ങളായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിലും താലിബാനുണ്ട്. നമ്മളതിനെ പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ TTP എന്നാണ് വിളിക്കുന്നത്. ഇവർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് പലതരത്തിലുള്ള തലവേദനകളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ താലിബാനെ നശിപ്പിക്കുന്നതിന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പാകിസ്ഥാനെ സഹായിക്കും എന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ TTPക്ക് പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും അഫ്ഗാനിസ്ഥാൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസിനും കാരണമാവുകയും പാകിസ്ഥാനിലെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു വിഭാഗം മുഴുവൻ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഇതിനെയെല്ലാം, അതായത് നേരത്തെ പറഞ്ഞ ചൈനയുടെ ഇടപെടൽ, പാകിസ്ഥാൻ്റെ അബ്ഡക്ഷൻ, ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. താലിബാൻ്റെ ഇടപെടൽ പാകിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയും ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഒരു അവസരമാക്കി കണ്ടതുകൊണ്ടാണ് 2011 ശേഷം ഈ BLAയുടെ ഒക്കെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഇൻസർജൻറ്റ് ആക്ടിവിറ്റികൾ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് സ്റ്റഡി പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം 2020-നും 2024-നും ഇടയിൽ പാകിസ്ഥാനിലുണ്ടായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളിൽ 4 മടങ്ങിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2023-നും 2024-നും ഇടയിൽ 70% വർധനവ് ഈ ടെററിസ്റ്റ് അറ്റാക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളിലെ 84% അറ്റാക്കുകൾ നടന്നിരിക്കുന്നത് ഈ ബലൂചിസ്ഥാൻ മേഖലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ രീതിയിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇൻസർജൻറ്റ് ആക്ടിവിറ്റീസും അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ വിഷയങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി പാകിസ്ഥാൻ നേരിടുകയും അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ ഒരു വലിയ വിഭാഗം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു ഡൈവേർഷനായിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നോട്ട് വരികയും പലതരത്തിലുള്ള അറ്റാക്കുകൾ നടത്തുകയും പാകിസ്ഥാന് വലിയൊരു തലവേദന സൃഷ്ടിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നോണമാണ് ഈ ബലൂചിസ്ഥാനിലേക്ക് പല പ്രദേശങ്ങളും ഇവർ കൈയടക്കി വയ്ക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ഇവർ സെപ്പറേറ്റ് ആവുകയും അതിൻ്റെ ഭാഗമായി റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്നുള്ളൊരു പുതിയ രാജ്യം നിർമ്മിച്ചിരിക്കുന്ന എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ സഹായം അവർ ചോദിച്ചിരിക്കുകയാണ്. ഈ ഒരു പുതിയ രാജ്യത്തെ ഇന്ത്യ അംഗീകരിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല, ന്യൂഡൽഹിയിൽ ഈ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന് ഒരു എംബസി തുടങ്ങണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയോടും തങ്ങളെ അംഗീകരിക്കണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സോ ഇത്രയും പറഞ്ഞതിൽ നിന്നും എന്താണ് ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ വിഷയം, ബലൂചിസ്ഥാൻ്റെ ഹിസ്റ്ററി എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഇൻസർജൻസികൾ ഉയർന്നു വരുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള 180 മിനിറ്റിൻ്റെ ഫ്രീ AI ട്രെയിനിങ്ങിനെ കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1500 പേർക്ക് മാത്രമാണ് അത് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.